യേശുവേ കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാ. യേശുവേ കൃപയേകുകിൽ പ്രാർത്ഥന എത്ര പുണ്യമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, കരുണയുടെ മണിക്കൂറിൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അണയുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നൊമ്പരങ്ങളുമായി ഞങ്ങളങ്ങേ സന്നിധിയിലേക്ക് അണയുന്നു. സ്നേഹം നിറഞ്ഞ ഈശോയെ, ഞങ്ങളങ്ങ് പൂർണ്ണമായിട്ടും കൈക്കൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങയുടെ മുൻപിൽ എത്രയോ സ്പഷ്ടമാണ്. ഞങ്ങളുടെ ഓരോ ചിന്തകളും ഞങ്ങളുടെ ഓരോ വാക്കുകളും കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങയുടെ മുൻപിൽ സ്പഷ്ടമാണ്. കർത്താവെ, അങ്ങ് ഏറ്റെടുക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങേക്ക് അറിയാത്തതായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമമോ ഒരു സങ്കടമോ ഒന്നുമില്ല. കരുണയുള്ള കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് പാപികളും ബലഹീനരും അശക്തരും രോഗികളുമായി ഞങ്ങൾ ഓടിയണയുമ്പോൾ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുകൊണ്ട് പാപത്തിൻ്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുമുൻപിൽ ശിരസ്സു നമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം, ഈ ഒരു നോമ്പുകാലം, കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഏതൊരു ക്രിസ്തീയ വിശ്വാസിയോടും കർത്താവ് പറയുന്നത് ഇതാണ്: ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ വിശ്വാസവും വളരെ എളുപ്പമുള്ളതും സന്തോഷം നൽകുന്നതും അതല്ലെങ്കിൽ സുഖം പകരുന്നതുമായ ഒരു പ്രക്രിയയാണെന്ന് നമ്മൾ ആരും അബദ്ധവശാൽ വിചാരിക്കരുത്. ക്രിസ്തീയ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതും ക്രിസ്തീയ ജീവിതം എപ്പോഴും ജീവിക്കേണ്ടതുമായ ഒരു ജീവിത ശൈലിയാണ്. കുറച്ചു സമയം മാത്രം ജീവിച്ചിട്ട് പിന്നെ മാറ്റിവെക്കാവുന്നൊരു വസ്ത്രം പോലെയോ ഊരി വയ്ക്കാവുന്ന ഒരു ആഭരണം പോലെയോ അല്ല ക്രിസ്തുവും ക്രിസ്തീയ ജീവിതവും. ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ഏതു നിമിഷത്തിലും ആയിരിക്കുന്ന ഓരോ നിമിഷത്തിലും എപ്പോഴും ക്രിസ്തുവിനുള്ളവനാണ്, ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്, ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ പിന്നാലെ വരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിൻ്റെ ഇഷ്ടങ്ങളും നിൻ്റെ താല്പര്യങ്ങളും നീ ലഭിക്കണമെന്നും ഇഷ്ടപ്പെടുന്നതുമായ സുഖസൗകര്യങ്ങളും സുഖലോലുപതകളും എല്ലാം ത്യജിക്കുവാൻ നീ തയ്യാറാകണം. തൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവരോട് കർത്താവ് ഒരു തരത്തിലുമുള്ള മോഹന വാഗ്ദാനങ്ങളോ സമൃദ്ധിയോ സുഖമോ സന്തോഷമോ ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. കർത്താവ് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് ഈശോ വാഗ്ദാനം ചെയ്യുന്ന ഒരേ ഒരു കാര്യം കുരിശാണ്. നീ എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നെ ആദ്യമേ നീ മാറ്റിവെക്കുക. നിനക്ക് ഏറ്റവും കൂടുതൽ തടയിടുന്നതും തടസ്സമുണ്ടാക്കുന്നതും ഒരുപക്ഷെ നീ തന്നെയാണ്. നിൻ്റെ ഇഷ്ടങ്ങൾ, നിൻ്റെ താല്പര്യങ്ങൾ, നിൻ്റെ പ്രലോഭനത്തിൻ്റെ മേഖലകളിൽ നീ ആഗ്രഹിക്കുന്ന സുഖങ്ങളൊക്കെയും പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ പിന്നാലെ ചെല്ലാൻ ഒരുപക്ഷെ തടസ്സമാണ്. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ വളരെ കാര്യമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. 1 പത്രോസ് 1:6 അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രിയമുള്ളവരെ,
യാക്കോബ് സ്ലീഹായി നമ്മോട് പറയുന്നൊരു കാര്യം ഇതാണ്: പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ അവയെ നേരിടുവിൻ, കാരണം അത് നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. പത്രോസ് സ്ലീഹ പറയുന്നത് വിവിധമായ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അതിൽ ആനന്ദിക്കുവിൻ, കാരണം ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന എന്തിനേക്കാളും വലുതാണ് ഹൃദയപൂർവ്വം നിങ്ങൾ സ്വീകരിക്കുന്ന സഹനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ. ക്രിസ്ത്യ ജീവിതം എന്നത് ഓരോ ദിവസവും ദൈവം നിൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന കുരിശുകളെ എടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനുള്ളൊരു വിളിയാണ്. വെറുതെ കൈയും വീശി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ദൈവം നൽകുന്ന സുഖങ്ങളെയും സന്തോഷങ്ങളെയും മാത്രം ഏറ്റെടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ജീവിത രീതിയല്ല. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, വിശ്വസ്തതയിൽ നിലനിൽക്കുവാൻ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ളൊരു വെല്ലുവിളിയാണ്. കാരണം ഈ ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി കൈയടിക്കുന്നവരോ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും സ്വീകരിക്കുന്നവരും എല്ലാം ഉണ്ടാകണമെന്നില്ല. നീ ഈശോയെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പലയിടത്തു നിന്ന് നിനക്ക് തിരസ്കരണങ്ങളുണ്ടാവാം, എതിർപ്പുകളുണ്ടാവാം, വേദനകളുണ്ടാകാം, ഞെരുക്കങ്ങളുണ്ടാകാം. അവയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ സ്നേഹിക്കാൻ നീ തയ്യാറാണോ? നിനക്കിഷ്ടമുള്ളതിനെ മാറ്റിവെക്കാൻ നീ തയ്യാറാണോ? നിനക്ക് സുഖം തരുന്നതിനെ, ഈ ലോകത്തിൽ നിനക്ക് ഐശ്വര്യം തരുന്നതിനെ, ഈ ലോകത്തിൽ നിനക്ക് ലാഭം തരുന്നതിനെ മാറ്റിവെക്കാൻ നീ തയ്യാറാണോ? ഈ നോമ്പുകാലത്ത് നമ്മൾ ആത്മശോധന ചെയ്ത് എടുക്കേണ്ട ഒരു വെല്ലുവിളി ഇത് തന്നെയാണ്. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും വിളിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവിതം. എല്ലാവർക്കും ഒരേപോലത്തെയുള്ള കുരിശല്ല കർത്താവ് പറയുന്നത്, നിന്റെ കുരിശെടുക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഞാനെടുക്കുന്ന കുരിശല്ല നിങ്ങളെടുക്കേണ്ട കുരിശ്. നമ്മൾ ആരും എടുക്കേണ്ട ഒരു കുരിശല്ല തൊട്ടപ്പുറത്തുള്ളൊരു വ്യക്തി എടുക്കേണ്ട കുരിശ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരവർക്ക് ആവശ്യമായ കുരിശുകളെ ഈശോ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്താൽ പൊങ്ങാത്ത ഒരു കുരിശും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കില്ല. നിങ്ങൾക്ക് സാധിക്കുന്ന, എന്നാൽ നിങ്ങൾ മനസ്സ് വയ്ക്കേണ്ടി വരുന്ന കുരിശുകൾ മാത്രമേ ദൈവം അനുവദിക്കുകയുള്ളൂ. പക്ഷെ ആ കുരിശെടുക്കുമ്പോഴാണ് ക്രിസ്തുവിൽ നമ്മൾ ശക്തിപ്പെടുന്നത്. കുരിശുകളെ അവഗണിച്ചുകൊണ്ടും കുരിശുകളെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും കുരിശുകളെ യാതൊരു തരത്തിലും മൈൻഡ് ചെയ്യാതെയും ഈശോയിനെ അനുഗമിക്കാം, ദൈവത്തെ സ്നേഹിക്കാം എന്ന് കരുതുന്നത് വ്യാമോഹമാണ്. കാരണം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഏറ്റെടുത്തതാണ് കുരിശ്. കുരിശിലൂടെയാണ്, ആ കുരിശിലെ ബലിയിലൂടെയാണ് ഈശോ എനിക്ക് രക്ഷ നേടിത്തന്നത്. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഉയർത്തിയതാണ് കുരിശുമരത്തെ. ആ കുരിശുമരമില്ലെങ്കിൽ, ആ കുരിശെടുക്കാതെ എനിക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കില്ല എന്ന് നഗ്നമായ സത്യം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത്, അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറയുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ എന്നെ തന്നെ പരിത്യജിക്കുന്നുണ്ടോ? ഞാൻ എന്നെ തന്നെ പരിത്യജിക്കുന്നുണ്ടോ? ഈ നോമ്പുകാലത്തിലെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എനിക്ക് സുഖവും സന്തോഷവും തരുന്ന ലൗകികമായ കാര്യങ്ങളോട് നോ പറയാൻ എന്നെക്കൊണ്ട് പറ്റുമോ? അത് ഭക്ഷണമായിരിക്കാം, വസ്ത്രമായിരിക്കാം, ശീലങ്ങളായിരിക്കാം, ഒരുപക്ഷെ വിനോദങ്ങളായിരിക്കാം, സിനിമയായിരിക്കാം, മൊബൈലായിരിക്കാം, കൂട്ടുകെട്ടുകളായിരിക്കാം. നിനക്ക് വിനോദം തരുന്നത്, നിനക്ക് സുഖം തരുന്നത്, നിനക്ക് സമൃദ്ധി സന്തോഷമൊക്കെ തരുന്നതിനോട് ഒരു ത്യാഗമനോഭാവം പുലർത്താൻ, യേശുക്രിസ്തുവിനെ പ്രതി ഇതിനെ ഞാൻ വേണ്ടാന്ന് വയ്ക്കുന്നു എന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടോ? രണ്ടാമതായിട്ട്, അനുദിനം, ഇത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ദിവസം ഞാനത് ജീവിച്ചിട്ട് നാളെ എനിക്ക് ഓഫ് വേണം, അല്ലെങ്കിൽ എനിക്ക് 2 ദിവസത്തെ വെക്കേഷൻ വേണം, അല്ലെങ്കിൽ ഒരു മാസം ഞാനൊന്ന് ആഹ്ലാദിച്ചിട്ട് പിന്നെ തിരിച്ചു വരാം എന്ന് പറയുന്ന ഒരു ജോലിയല്ല ക്രിസ്തീയ ജീവിതം. ഓരോ നിമിഷവും, ഓരോ മണിക്കൂറിലും, ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും തുടർച്ചയായിട്ടും ഞാൻ പുൽകേണ്ട ഒരു ജീവിത ശൈലിയാണ് ക്രിസ്തീയ ജീവിതം. എൻ്റെ ജീവിതം തന്നെയാണ് ക്രിസ്തീയ ജീവിതം. വിശ്വാസ ജീവിതവും വ്യക്തി ജീവിതവും എൻ്റെ ആത്മീയ ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വേർതിരിച്ച് മാറ്റിവെക്കാവുന്നതല്ല. എൻ്റെ ജോലിയിലും, എൻ്റെ കുടുംബത്തിലും, കൂട്ടുകാർക്കിടയിലും
ഞാൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാൻ ആയിരിക്കുന്ന ഓരോ അവസ്ഥയിലും ഞാൻ പുൽകേണ്ട, ഞാൻ നടക്കേണ്ട വഴിയാണ് ക്രിസ്തീയ ജീവിതം. അനുദിനം ക്രിസ്തുവിനോട് കൂടെ ഈ വെല്ലുവിളി നിറഞ്ഞ വഴിയിലൂടെ പോകാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? ലോകം നൽകുന്ന മാർഗങ്ങൾ എളുപ്പമുള്ളതാണ്, സുഖമുള്ളതാണ്, ആരുടെ അടുത്തും അക്കൗണ്ടബിലിറ്റി ഇല്ല. എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടം, എൻ്റെ സുഖം, എൻ്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, തിന്മ നമ്മളെ തോന്നിയാസത്തിലേക്കും പൊള്ളയായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. പക്ഷേ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരൊന്നുമല്ല. ജീവിതത്തോട് ഉത്തരവാദിത്വത്തോടെ, ദൈവത്തോട് ഉത്തരവാദിത്വത്തോടെ ജീവിക്കുവാനുള്ളൊരു വിളിയാണ്. അതുകൊണ്ടാണ് കരുതുന്നത് അനുദിനം, ഏതെങ്കിലും ഒരു ദിവസമല്ല, അനുദിനം നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കണം. ഇനി പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം ഞാൻ എടുക്കേണ്ട കുരിശുകൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ 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 സഹനങ്ങളും ഭയങ്കരമായ താങ്ങാൻ പറ്റാത്ത ദുരിതങ്ങളും എന്നല്ല നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ ഈശോ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ അനുദിന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ. അതൊരു പക്ഷേ കൃത്യസമയത്ത് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതായിരിക്കാം, ഒരു പക്ഷേ എല്ലാ ദിവസവും വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, അതല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളായിരിക്കാം, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകളായിരിക്കാം, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷകളായിരിക്കാം, എൻ്റെ ജീവിതത്തിൽ സ്ഥിരം എന്നെ അലോസരപ്പെടുത്തുന്ന, ശല്യപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ സാന്നിധ്യമായിരിക്കാം. ഞാൻ ജീവിതത്തോട് പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങളുടെയും കടമകളുടെയും ഒക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇതൊക്കെയും കർത്താവ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന കുരിശെടുക്കലാണ്. അനുദിനം അനുസരണത്തിൽ ജീവിക്കുവാൻ ഉന്നത അധികാരികളോടും കുടുംബത്തിലെ മുതിർന്നവരോടും സഭയിലുള്ളവരോടും അനുസരണത്തിൽ ജീവിക്കാൻ ഞാൻ തയ്യാറാകുന്നിടത്ത് ഞാൻ എന്നെ തന്നെ പരിത്യജിച്ച് കുരിശെടുക്കുവാണ്. വേദനകളുണ്ടാകുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ, ഇഷ്ടമുള്ളതും ആഗ്രഹിച്ചതും നമുക്ക് നഷ്ടപ്പെടുമ്പോഴൊക്കെയും അതും ദൈവഹിതമാണെന്ന് കരുതി രണ്ട് കൈയും നീട്ടി അതിനെ ആമേൻ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുമ്പോഴാണ് കുരിശെടുക്കാൻ നമുക്ക് പറ്റുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെക്കൊണ്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, നമ്മളെക്കൊണ്ട് സാധിക്കാതെ അത്ഭുതകരമായ ഒന്നും ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുന്നില്ല. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാസമാണല്ലോ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനോട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമാണ് ദൈവം ആവശ്യപ്പെട്ടത്. അനുദിന ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ചും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ താൻ എടുക്കേണ്ട ത്യാഗങ്ങളെ മാത്രം വിശ്വസ്തയോടെ നിൽക്കാനാണ് ദൈവം ആവശ്യപ്പെട്ടത്. ഈ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ എൻ്റെ മുൻപിൽ വരുന്ന എല്ലാ ത്യാഗങ്ങളെയും ഞാൻ എടുക്കേണ്ട കുരിശുകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുരിശെടുത്ത് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയെ അനുഗമിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, നീ എന്നെ സ്നേഹിച്ചതുപോലെ നിന്നോട് വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും ആവശ്യമുള്ളവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ചും പാപികളായിട്ട് കഴിയുന്ന എല്ലാവരെയും കർത്താവെ അങ്ങേ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന മക്കളെ വിജയത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുടെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളുകളിലായിട്ട് വന്യജീവികളുടെ ആക്രമണത്തിൻ്റെ ഭീതിയിലും ദുരിതത്തിലും കഴിയുന്ന മക്കളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,